അജയും അവന്റെ ഗേൾഫ്രണ്ട് കരിഷ്മയും കൂടി ബൈക്കിൽ എവിടേക്കോ പോവുകയായിരുന്നു. അവർക്ക് വിശന്നപ്പോൾ രമൺ ഹോട്ടലിന് സമീപം നിർത്തുന്നു. എന്നിട്ട് അവിടെ കയറി ഭക്ഷണം കഴിക്കുന്നു. അതിനിടയിൽ ഹോട്ടലിലെ ഒരു വെയിറ്ററുമായി അജയ് വഴക്കുകൂടുന്നു. വെയിറ്ററിന്റെ പേര് രവി എന്നായിരുന്നു. കരിഷ്മ ഇടപെട്ട് അവരുടെ വഴക്ക് നിർത്തിക്കുന്നു. അവൾ അജയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. വഴിക്ക് വെച്ച് കരിഷ്മ അജയോട് ബൈക്ക് നിർത്തുവാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് അവൾ റോഡിന്റെ അരികിലേക്ക് പോകുന്നു. പെട്ടെന്ന് പുറകിലൂടെ പാഞ്ഞു വന്ന ഒരു ട്രക്ക് അജയെ ഇടിച്ച് തെറിപ്പിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ആ വഴിയിൽ കൂടി മെഹുൽ വരികയായിരുന്നു. അജയും കരിഷ്മയും റോഡരികിൽ വീണ് കിടക്കുന്നത് കണ്ട് മെഹുൽ ഉടൻ തന്നെ കാർ നിർത്തിയിറങ്ങി. മെഹുൽ രണ്ടുപേരുടെയും ബോഡി ചെക്ക് ചെയ്തു. രണ്ടുപേരും മരിച്ചുപോയിരുന്നു. ഭയങ്കരമായ അപകടം നടന്നുവെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ആക്സിഡന്റ് മനഃപൂർവ്വം ചെയ്തതാണ്. ലോജിക്കൽ ആർമി, മെഹുലിന് അങ്ങനെ തോന്നുവാൻ കാരണം എന്താണ്? ചിന്തിക്കൂ. അജയെ സൂക്ഷിച്ചു നോക്കൂ. അയാളുടെ ഹെൽമെറ്റ് ദൂരെ കിടക്കുകയായിരുന്നു. അജയുടെ തലയിൽ നിന്നും നല്ല രീതിയിൽ രക്തവും ഒഴുകുന്നുണ്ടായിരുന്നു. ആക്സിഡന്റിന് ശേഷം തന്റെ ഹെൽമെറ്റ് എടുത്ത് ഇത്രയും ദൂരേക്ക് ആരും എറിയില്ല. എന്നുവെച്ചാൽ വേറെ ആരോ ആണ് അതെടുത്ത് എറിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതായത് ഇടിച്ചിട്ട ശേഷം ആരോ ഇവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. അജയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ അവന്റെ തലയിൽ ആക്രമിച്ചിട്ടുണ്ടായിരിക്കണം. മെഹുൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കിയപ്പോൾ ട്രക്കിന്റെ ടയർ അടയാളം കാണുവാൻ കഴിഞ്ഞു. ഇടിച്ചിട്ടതിന് ശേഷം ട്രക്ക് ഡ്രൈവർ വണ്ടി ഇവിടെ ചവിട്ടി നിർത്തി കാണണം. അങ്ങനെയാണ് ഇവിടെ ടയറിന്റെ പാട് വന്നതും. മെഹുൽ കുറെ നേരം അവിടെ ആകെ പരിശോധിക്കുന്നു. പ്രത്യേകിച്ചൊന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. മെഹുൽ അജയുടെയും കരിഷ്മയുടെയും പേഴ്സ് ചെക്ക് ചെയ്യുന്നു. ഇയാളുടെ പേര് അജയ് എന്നും പെൺകുട്ടിയുടെ പേര് കരിഷ്മ എന്നുമാണ്. രാധാരാമൻ മാളിൽ ജോലി ചെയ്യുന്നവരാണ്. അവിടേക്ക് ആംബുലൻസ് എത്തിച്ചേരുന്നു. രണ്ട് ബോഡികളും എടുത്തുകൊണ്ട് നേരെ ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് തിരിക്കുന്നു. ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. 70 27 46 47. ഈ 4 നമ്പറുകളിൽ ഒരെണ്ണം ഓഡ് വൺ ഔട്ടാണ്. ചിന്തിക്കൂ ലോജിക്കൽ ആർമി. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നോട് പറയൂ. ഇവിടെ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുവാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം കോമൺ ആയുണ്ട്. നമ്പർ 7 46-ൽ 7 ഇല്ല. നിങ്ങളുടെ മനസ്സിൽ വേറെ ലോജിക്കാണ് വന്നിട്ടുള്ളതെങ്കിൽ അതെന്നോട് കമന്റായി പറയും. മെഹുൽ ആ ബട്ടൺ പ്രസ് ചെയ്യുകയും ലാബിന്റെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ലാബിനകത്ത് ഡോക്ടർ സഞ്ജന ഉറങ്ങുകയായിരുന്നു. ഡോക്ടർ ഓൺ ഡ്യൂട്ടിയിൽ ഒരിക്കലും ഉറങ്ങാറില്ല. അപ്പോൾ തീർച്ചയായും എന്തെങ്കിലും കുഴപ്പം കാണും. മെഹുൽ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഡോക്ടറെ ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നു. ഡോക്ടർ സഞ്ജന മെഹുലിനോട് ഇപ്രകാരം പറയുന്നു: ഇന്നെനിക്ക് ഒട്ടും സുഖമില്ല, നല്ല തലവേദനയുണ്ട്. ഡോക്ടർ സഞ്ജന വളരെ വീക്കായും കാണപ്പെട്ടു. സാരമില്ല ഡോക്ടർ, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ മറ്റൊരു ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചുകൊള്ളാം. അത്രയ്ക്ക് അർജന്റ് അല്ല. മെഹുൽ 2 ഡെഡ് ബോഡികളും തന്റെ കാറിൽ എടുത്തു വെച്ച് ഡോക്ടർ സഞ്ജനയുടെ ലാബിൽ നിന്നും തിരിച്ചു. നഗരത്തിൽ 3 വലിയ ഹോസ്പിറ്റലുകൾ ഉണ്ട്. അവിടെ മെഹുലിന്റെ ഡെഡ് ബോഡികളുടെ പോസ്റ്റ്മോർട്ടം ചെയ്യിക്കുവാനാകും. ഇത് എ, ഇത് ബി, ഇത് സി. ലോജിക്കൽ ആർമി, മെഹുൽ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ചിന്തിക്കൂ. ആദ്യത്തെ ഹോസ്പിറ്റലിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുകയാണ്. ജനങ്ങളുടെ വലിയ തിരക്കാണ്. അവിടെ ശരിയാകില്ല. 3ാമത്തെ ഹോസ്പിറ്റലിന് മുന്നിൽ ഒരുപാട് പോലീസുകാർ നിൽക്കുകയാണ്. അവിടെ എന്തോ പ്രശ്നമുണ്ട്. മെഹുൽ അജയുടെയും കരിഷ്മയുടെയും ഡെഡ് ബോഡികളുമായി 2ാമത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ഡോക്ടർ മെഹുലിനോട് ഇപ്രകാരം പറഞ്ഞു: അജയുടെ മരണകാരണം തലയിലേറ്റ പരിക്കാണ്. എന്നാൽ കരിഷ്മ വിഷം കഴിച്ചിരുന്നു. അതിന്റെ അവശിഷ്ടം കരിഷ്മയുടെ വസ്ത്രങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ആരോ ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ കരിഷ്മയ്ക്ക് ആരോ ബലപ്രയോഗത്തിലൂടെ വിഷം കൊടുത്തു. വിഷത്തിന്റെ അംശങ്ങൾ അവളുടെ വസ്ത്രത്തിൽ വീണിട്ടുണ്ടാകും. കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി മെഹുൽ രാധാരാമൻ മാളിലേക്ക് പോകുന്നു. അവിടെയാണ് അജയും കരിഷ്മയും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നത്. ആ സമയം മോളിൽ വലിയ തിരക്കുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ഒരു ബാഗ് മെഹുലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് 800 രൂപയുടെ ബാഗായിരുന്നു. എന്നാൽ 2 എണ്ണം വാങ്ങുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടും. മെഹുലിന് ബാഗ് വളരെയധികം ഇഷ്ടപ്പെട്ടു. മെഹുൽ ബാഗ് വാങ്ങുവാൻ തന്നെ തീരുമാനിച്ചു. ലോജിക്കൽ ആർമി, 2 ബാഗും കൂടി പർച്ചേസ് ചെയ്യുമ്പോൾ മെഹുൽ എത്ര രൂപ നൽകേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ബാഗിന് 800 രൂപയാണ്. അപ്പോൾ 2 ബാഗുകൾക്ക് 1600 രൂപ. 20% ഡിസ്കൗണ്ട് ഉണ്ട്. 1600 × 20 ഡിവൈഡഡ് ബൈ 100, അതായത് 320 രൂപയുടെ ഡിസ്കൗണ്ട്. 1600 മൈനസ് 320, 1280 രൂപ. മെഹുൽ ഈ ബാഗുകൾ വാങ്ങുന്നു. എന്നിട്ട് അയാളോട് ഇങ്ങനെ ചോദിച്ചു: അജയെയും കരിഷ്മയെയും കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു തരാമോ? അപ്പോൾ അയാൾ മെഹുലിനോട് പറഞ്ഞു: അജയും കരിഷ്മയും ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അവർക്ക് അവധിയാണ്. അവരെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ രാഹുലിനോട് ചോദിച്ചാൽ അറിയാം. രാഹുൽ ഇപ്പോൾ കൗണ്ടർ നമ്പർ 8-ലുണ്ടാകും. മെഹുൽ കൗണ്ടർ 8-ലെത്തി. രാഹുൽ ആ സമയം ബിസിയായിരുന്നു. ഞാൻ ഡിറ്റക്റ്റീവ് മെഹുൽ. എനിക്ക് അജയെയും കരിഷ്മയെയും കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ രാഹുൽ പറഞ്ഞു: യെസ്, അവർ എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരാണ്. പക്ഷേ ഇന്ന് അവർ അവധിയിലാണ്. ഇന്ന് രാവിലെ കരിഷ്മയുടെ മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ അവളും അജയും കൂടി
ഏതോ രമൺ ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനവരെ കോൾ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല. അവർ ഇപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിട്ടില്ല. ആരോ അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. സത്യം കണ്ടെത്തുന്നതിനായി മെഹുൽ രമൺ ഹോട്ടലിലേക്ക് എത്തുന്നു. രമൺ ഹോട്ടൽ 3 ഭാഗങ്ങളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് കൂൾ ഡ്രിങ്ക്സും ജ്യൂസും കിട്ടും. രണ്ടാമത്തെ ഭാഗത്ത് ആഹാരം കഴിക്കാം. മൂന്നാമത്തെ ഭാഗത്ത് ചായയും കാപ്പിയും കിട്ടും. ലോജിക്കൽ ആർമി, അന്വേഷണത്തിനായി മെഹുൽ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത്? എയിലോ, ബിയിലോ, അതോ സിയിലോ? നന്നായിട്ട് ആലോചിക്കൂ. മെഹുൽ രണ്ടാമത്തെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. കാരണം കരിഷ്മ രാഹുലിന് മെസ്സേജ് അയച്ചപ്പോൾ അവർ രമൺ ഹോട്ടലിൽ ആഹാരം കഴിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. മെഹുൽ അകത്തേക്ക് പ്രവേശിച്ചു. മെഹുൽ അവിടെ ഉണ്ടായിരുന്ന വെയിറ്റർ രവിക്ക് അജയുടെയും കരിഷ്മയുടെയും ഫോട്ടോ കാണിച്ചു കൊടുത്തു. നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടോ? അജയുടെയും കരിഷ്മയുടെയും ഫോട്ടോ കണ്ട രവിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. അവർ രണ്ടുപേരും കൂടി എന്നെ പേടിപ്പിക്കാനായി നിങ്ങളെ അയച്ചതായിരിക്കും അല്ലേ? ഇത് കേട്ട മെഹുലിന് ദേഷ്യം വരുന്നു. രവിക്കിട്ട് മെഹുൽ ഒരെണ്ണം പൊട്ടിക്കുന്നു. ഞാൻ ഡിറ്റക്റ്റീവ് മെഹുലാണ്. അവരെ ആരോ മർഡർ ചെയ്തിരിക്കുകയാണ്. സത്യം പറയൂ, നിനക്ക് അവരെ എങ്ങനെ അറിയാമെന്ന്? സോറി സർ, എനിക്ക് അങ്ങേ മനസ്സിലായില്ല. ഇന്ന് രാവിലെ അവർ രണ്ടുപേരും ഇവിടെ ആഹാരം കഴിക്കാൻ വന്നിരുന്നു. അവർ പരസ്പരം വഴക്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിൽ ഇടപെട്ടപ്പോൾ അജയ് എന്നോട് വഴക്കുണ്ടാക്കി. അതിനുശേഷം അവർ ഇവിടെ നിന്നും പോയി സർ. എനിക്കിത്രേ അറിയാവൂ സർ. അപ്പോൾ അവർ തമ്മിൽ എന്തോ വിഷയത്തിൽ വഴക്കുണ്ടായിരുന്നു. രമൺ ഹോട്ടലിന് സമീപം CCTV ഉണ്ടായിരുന്നു. അജയുടെ ബൈക്കിനെ പുറകിൽ നിന്നാണ് ട്രക്ക് ഇടിച്ചിട്ടത്. അപ്പോൾ ട്രക്ക് ഇതേ വഴിയിലൂടെയാണ് പോയിരിക്കുക. അജയും കരിഷ്മയും ഇവിടെ നിന്നാണല്ലോ യാത്ര പുറപ്പെട്ടത്. ട്രക്ക് പുറകിൽ കൂടി വന്നു. മെഹുൽ CCTV ഫുട്ടേജസ് ചെക്ക് ചെയ്യുവാൻ തുടങ്ങി. ആ സമയം 3 ട്രക്കുകൾ രമൺ ഹോട്ടലിൽ നിന്നും പുറപ്പെട്ടിരുന്നു. 3 ട്രക്കുകൾ നോക്കിയപ്പോൾ ഏത് ട്രക്കാണ് അജയെയും കരിഷ്മയും ഇടിച്ചതെന്ന് മെഹുലിന് മനസ്സിലായി. എന്താ, നിങ്ങൾക്ക് മനസ്സിലായോ ലോജിക്കൽ ആർമി? ആദ്യത്തെ ട്രക്ക് പെട്രോൾ ടാങ്കറാണ്. അത് തെറ്റ് ചെയ്യില്ല. കാരണം എന്തെങ്കിലും അപകടമുണ്ടായിരുന്നുവെങ്കിൽ ടാങ്കറിനും അപകടം പറ്റിയേനെ. മൂന്നാമത്തെ ട്രക്ക് നോക്കിയാൽ നോർമൽ ആയിട്ടാണ് തോന്നുന്നത്. ഡൗട്ട് തോന്നുവാനുള്ള ഒരു കാരണവും കാണുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ട്രക്കിന്റെ ഡ്രൈവറെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അയാൾ മുഖം മറച്ചാണ് വണ്ടി ഓടിക്കുന്നത്. മെഹുലിന് അയാളിൽ സംശയമുണ്ടാകുന്നു. മെഹുൽ ആ ട്രക്കിന്റെ നമ്പർ നോട്ട് ചെയ്യുന്നു. അതിലൂടെ ട്രക്കിന്റെ ഉടമസ്ഥന്റെ അഡ്രസ്സും കണ്ടുപിടിക്കുന്നു. എന്നിട്ട് മെഹുൽ അവിടേക്ക് എത്തുന്നു. മെഹുൽ ട്രക്കിന്റെ ഉടമസ്ഥനുമായി സംസാരിക്കുന്നു. അതിന്റെ ഡ്രൈവറെ കുറിച്ച് അയാളോട് ചോദിക്കുന്നു. അപ്പോൾ മുതലാളി പറയുന്നു, അയാൾ ഇന്ന് ജോലി ഉപേക്ഷിച്ചു പോയി. അയാൾക്ക് വേറെ ജോലി കിട്ടിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അയാളെ ഇനി കാണുവാനും കഴിയില്ല. അപ്പോൾ അയാൾ പിടിക്കപ്പെടാതിരിക്കുവാൻ കരുതി കൂട്ടി ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. മെഹുൽ മുതലാളിയിൽ നിന്നും ഡ്രൈവറുടെ മൊബൈൽ നമ്പർ വാങ്ങുന്നു. ആ നമ്പർ ഓഫായിരിക്കുന്നതായി മനസ്സിലാക്കി. ആ ഡ്രൈവർ നിങ്ങളുടെ ട്രക്ക് ഉപയോഗിച്ച് 2 പേരെ മർഡർ ചെയ്തിരിക്കുന്നു. ട്രക്കിന്റെ മുതലാളി മെഹുലിന് അവന്റെ അഡ്രസ് കൊടുക്കുന്നു. അവൻ ഗൗതം നഗറിലാണ് താമസം. ആ ട്രക്ക് ഡ്രൈവറുടെ വീട്ടിൽ അഴികളുള്ള വാതിലാണുള്ളത്. മെഹുൽ ഗൗതം നഗറിലെത്തുന്നു. എന്നാൽ അവിടെ 3 വീടുകളിൽ അഴികളുള്ള വാതിൽ കാണുന്നു. ലോജിക്കൽ ആർമി, ഈ 3 വീടുകളിൽ ഏതാണ് നമ്മൾ അന്വേഷിക്കുന്ന ഡ്രൈവറുടേതെന്ന് അറിയാമോ? ചിന്തിക്കൂ. ആദ്യത്തെ വീട് വളരെ വലുതാണ്. ഒരു ഡ്രൈവറുടെ വീട് ഒരിക്കലും ഇത്രയും വലുതാകില്ല. രണ്ടാമത്തെ വീടിന് പുറത്ത് ഒരു പോലീസ് കാർ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീടായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ വീട് തന്നെ ആയിരിക്കും ഡ്രൈവറുടേത്. മെഹുൽ ആ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നത് കാണുന്നു. മെഹുൽ അവരെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്നു, ട്രക്ക് ഡ്രൈവർ എന്റെ ഭർത്താവാണ്. അദ്ദേഹം ജോലി അന്വേഷിച്ച് ഇവിടം വിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ട്രെയിൻ 1 മണിക്കൂർ കഴിഞ്ഞാണ് പുറപ്പെടുന്നത്. ഇപ്പോൾ ചെന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തെ കാണാം. ഡ്രൈവറുടെ മുഖം തിരിച്ചറിയുന്നതിന് മെഹുൽ ട്രക്ക് ഡ്രൈവറുടെ ഭാര്യയുടെ പക്കൽ നിന്നും അയാളുടെ ഒരു ഫോട്ടോ സംഘടിപ്പിക്കുന്നു. ഉടനടി റെയിൽവേ സ്റ്റേഷനിലേക്കും എത്തുന്നു. അവിടെ ആ ട്രക്ക് ഡ്രൈവർ ട്രെയിൻ കാത്തു നിൽക്കുന്നത് കാണുന്നു. മെഹുൽ അവനെ പിടികൂടുന്നു. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അജയ്യെ കൊല്ലുവാനായി കരിഷ്മ എനിക്ക് 1 ലക്ഷം രൂപ തന്നു. അവൾ എന്നോട് അജയ്യെ മോട്ടോർ സൈക്കിളിൽ ഹൈവേയിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നു. അവിടെ വെച്ച് ട്രക്ക് ഇടിച്ച് അവനെ കൊല്ലണമെന്നും പറഞ്ഞു. ഞാൻ അപ്രകാരം തന്നെ ചെയ്തു. പിടിക്കപ്പെടുമെന്ന ഭയം മൂലം ഞാൻ കരിഷ്മയ്ക്ക് വിഷം കൊടുത്തു കൊന്നു. എന്നിട്ട് പണവും എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ടു. മെഹുൽ ആ ട്രക്ക് ഡ്രൈവറെ പോലീസിൽ ഏൽപ്പിക്കുന്നു. കേസ് സോൾവ്ഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്.